നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ വിധത്തിലുള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിന് തിരുവനന്തപുരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് നമ്മൾ പത്രമാധ്യമ സുഹൃത്തുക്കളെ കാണാൻ ഇങ്ങനെ ഒരു ആലോചന നടത്തിയത്. നമ്മുടെ തലസ്ഥാന നഗരത്തിൽ വെച്ച് ഈ മാസം 25 മുതൽ 28 വരെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻറ്റിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മളൊരു രാജ്യവ്യാപകമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട ഒരു നാഷണൽ കോൺക്ലേവ് കേരളത്തിൽ വെച്ച് സംഘടിപ്പിക്കും എന്ന് കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ നാഷണൽ കോൺക്ലേവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി 25 മുതൽ 28 വരെ നാഷണൽ കോൺക്ലേവ് തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിക്കും. 25-ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കും. 26, 27 തീയതികളിലായി ഉദയസമുദ്രയിൽ വെച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റീസർവേയും റവന്യൂവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെത്തിച്ചേരുന്ന കോൺക്ലേവ് ആയിരിക്കും നടക്കുക. ഇതിനകം തന്നെ അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, തമിഴ്നാട്, ഹരിയാന, ആന്ധ്രാപ്രദേശ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഗോവ, കർണാടക, മധ്യപ്രദേശ്, പുതുച്ചേരി, മണിപ്പൂർ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, അസം, ജാർഖണ്ഡ്, നാഗാലാൻഡ്, സിക്കിം, തെലുങ്കാന, ത്രിപുര, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ചണ്ഡീഗഡ്, ദാദ്ര ഹവേലി, ദാമൻ ആൻഡ് ദിയു, ലഡാക്ക്, ഇങ്ങനെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ 26 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കോൺക്ലേവിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 18 സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേരാൻ പോകുന്ന സീനിയർ IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള വിവരം ഇതിനകം നമുക്ക് ലഭ്യമായി കഴിഞ്ഞു. ഇങ്ങനെ ഒരു നാഷണൽ കോൺക്ലേവ് നമ്മൾ നടത്താനുണ്ടായിട്ടുള്ള സാഹചര്യം വളരെ പ്രസക്തമാണ്. കേരളത്തിൽ 1967-ലാണ് റീസർവേയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. റീസർവേയുടെ ഭാഗമായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചങ്ങല വലിച്ച് ലിങ്ക്സ് അടയാളപ്പെടുത്തി വളരെ ശ്രമകരവും പ്രയാസകരവുമായിട്ടുള്ള വഴികളിലൂടെയാണ് 1967 മുതൽ കേരളം അതിൻ്റെ സർവേ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ 1995 ആയപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിക്കാം എന്ന സ്ഥിതി വന്നു. ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ്റെ 1995 മുതൽ 2021 വരെയുള്ള 16 വർഷക്കാലം നമ്മൾ എത്തിപ്പെടാൻ ശ്രമിച്ചത് 116 വില്ലേജുകളിലാണ്. എല്ലായിടത്തും എത്തിപ്പെട്ടില്ല. 92,000 ഹെക്ടർ ഭൂമി ആ 16 വർഷക്കാലം കൊണ്ട് ഇലക്ട്രോണിക്കായി നമ്മൾ അളക്കുകയും ചെയ്തു. രണ്ടാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സമ്പൂർണ്ണമായിട്ട് കേരളത്തിലെ ഭൂമിയെ ഡിജിറ്റലൈസ് ചെയ്യണമെന്നൊരാശയം മുന്നോട്ട് വെച്ച് RKയുടെ ഇൻ പ്രിൻസിപ്പിൾ അനുവാദം വാങ്ങി നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഡിജിറ്റൽ റീസർവേ 639 വില്ലേജുകളിലേക്ക് ഇപ്പോൾ കടന്നു. അതിൽ തന്നെ 311 വില്ലേജുകളിൽ ഫീൽഡ് സർവേ പൂർത്തിയാക്കി. കേരളം 16 കൊല്ലം കൊണ്ട് ഇലക്ട്രോണിക് ടോട്ടൽ സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് 92,000 ഹെക്ടർ ഭൂമിയാണ് അളന്നതെങ്കിൽ 1.5 വർഷക്കാലം 2 വർഷക്കാലം പൂർത്തീകരിക്കുന്നതിന് മുമ്പായി കേരളത്തിൽ RTK റോവറും റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷനും റഗ്ഡ് ടാബുകളും എല്ലാം ഉപയോഗപ്പെടുത്തി നമ്മൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് 53.62 ലക്ഷം ലാൻഡ് പാഴ്സലുകളും 7.31 ലക്ഷം ഹെക്ടർ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞതിൻ്റെ കണക്ക് കേരളത്തിൽ ആകെയുള്ളത് 38 ലക്ഷം ഹെക്ടർ ഭൂമിയാണ്. അതിൽ കേരളത്തിലെ വനമേഖലയും വനം അവകാശപ്പെടുന്ന മേഖലയും കൂടി കഴിച്ചാൽ 27-നും 28-നും ഇടയിലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം ഇതിനകം തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് 1.5-2 വർഷക്കാലത്തോളം എത്തുന്ന ഡിജിറ്റൽ റീസർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് കേരളത്തിലെ ഡിജിറ്റൽ സർവേ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. എന്താണ് കേരളത്തിലെ ഡിജിറ്റൽ റീസർവേയുടെ പ്രത്യേകത? ഇന്ത്യയിൽ എവിടെയുമില്ലാത്ത പ്രത്യേകത. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ആദ്യത്തെ എൻഡ് ടു എൻഡ് ഡിജിറ്റൽ സർവേ സൊല്യൂഷനാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഡിജിറ്റൽ റീസർവേ. അങ്ങനെ പറഞ്ഞാൽ ആരംഭം മുതൽ
പ്രഖ്യാപിച്ച റവന്യൂവിൻ്റെ ഭാഗമാകുന്ന രേഖകൾ പൂർത്തീകരിക്കും വരെ ഫിസിക്കലായ ഒരു ടച്ച് പോയിൻറ്റുമില്ലാതെ പൂർണ്ണമായിട്ടും ഡിജിറ്റലാകുന്ന ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ എൻഡ് ടു എൻഡ് ഡിജിറ്റൽ സർവേ സൊല്യൂഷൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ റീസർവേയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ കേരളത്തിൽ നടക്കുന്ന ഡിജിറ്റൽ റീസർവേയിൽ ആകൃഷ്ടരാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നുമാത്രമല്ല, ഏറ്റവും ആക്യുറേറ്റും ട്രാൻസ്പെറൻറ്റുമായിട്ടുള്ള, കേരളത്തിൽ നിന്ന് എത്തിച്ചേരുന്ന സംസ്ഥാനങ്ങൾ പറയുന്നതനുസരിച്ച് മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് എന്ന് വിളിക്കപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള റീസർവേ നടപടികളാണ് ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് കേരളത്തെ ഒരു രാജ്യമാതൃകയായി കാണാൻ ഈ സംസ്ഥാനങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, ഫിസിക്കലായി ഇങ്ങനെ ഒരു പരിശ്രമം തെലുങ്കാന ആരംഭിച്ചു. പറയാൻ പാടുമോയെന്നറിയില്ല, എങ്കിലും തെലുങ്കാനയുടെ ബലം നിരാശപ്പെടുത്തുന്നതായിരുന്നു. ഇന്ത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ സർവേ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സംവിധാനങ്ങളെ നേരിട്ട് കണ്ടും പഠിച്ചുമാണ് ഞങ്ങൾ ഈ നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആക്യുറേറ്റും ട്രാൻസ്പെറൻറ്റുമായ, സുതാര്യവും കൃത്യവുമായ ഡിജിറ്റൽ റീസർവേയുടെ ആദ്യഘട്ടം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ ഇന്ത്യയിൽ ആദ്യമായി കേരളം ഉണ്ടാക്കി. അതൊരു ചരിത്ര സംഭവമാണ്. അതായത് രജിസ്ട്രേഷൻ നടക്കുന്ന നേരത്ത് രജിസ്ട്രേഷൻ നടത്തുന്ന രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള പേളും, റവന്യൂ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള റിലീസും, സർവേ വകുപ്പിൻ്റെ പോർട്ടലായിട്ടുള്ള ഇമാപ്പും കൂട്ടിയോജിപ്പിച്ച ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ, എൻ്റെ ഭൂമി എന്നാണ് അതിൻ്റെ പേര്. ഒരു ഡിജിറ്റൽ ഇൻ്റഗ്രേഷനാണ്. യഥാർത്ഥത്തിൽ 3 വകുപ്പുകളുടെ വിവരങ്ങൾ ഒരുമിച്ച് മേടിക്കുകയല്ല, 3 വകുപ്പുകളുടെ വിവരങ്ങൾ ഡിജിറ്റലായി ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സർവേ, ഒരു ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ. ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ, ഇനി കേരളത്തിൽ ഭൂമിയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരമാവധി ഇല്ലാതാക്കാവുന്ന വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഉജ്ജാൾ ഉൾവാർ വില്ലേജിലാണ് 13 പ്രഖ്യാപിച്ചത്. ഇപ്പോൾ കൊല്ലത്തെ മാങ്ങാട് വില്ലേജിൽ കൂടി 13 പ്രഖ്യാപിച്ചു. നമുക്ക് ഏതാണ്ട് 2 മാസക്കാലത്തിനുള്ളിൽ 200 വില്ലേജുകളിൽ 13 പ്രഖ്യാപിക്കുന്നു. അതായത് റവന്യൂ രേഖകളുടെ പൂർണ്ണമായി എല്ലാ വിധത്തിലുള്ള ഹിയറിംഗ് നടന്ന റവന്യൂ രേഖകളുടെ ഡിജിറ്റൽ ഭാഗമാകും. അങ്ങനെ വരുന്ന ഓരോ വില്ലേജുകളിലും ഇനി ഭൂമി സബ് ഡിവിഷൻ ചെയ്യാൻ, ക്രയവിക്രയം ചെയ്യാൻ ആദ്യം തന്നെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടാകും. ഇന്ത്യയിൽ ആദ്യമായിട്ടാണത്. സാധാരണ നിലയിൽ ഭൂമി രജിസ്റ്റർ ചെയ്താൽ രജിസ്ട്രേഷൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആധാരം കക്ഷത്ത് വെച്ചിരിക്കലല്ലാതെ വേറെ മാർഗ്ഗമില്ല. പിന്നെയാണ് പോക്കുവരവിന് പോകുക, പിന്നെയാണ് തണ്ടപ്പേര് പിടിക്കുക. പോക്കുവരവ് എന്ന് പറഞ്ഞാൽ റവന്യൂക്കാരെ സ്ഥിരമായിട്ട് ആക്ഷേപിക്കാനുള്ള ഒരു സ്ഥിരം പല്ലവിയായിരുന്നു പോകാനും വരാനുള്ളൊരു വഴി എന്ന നിലയിൽ. ഇപ്പോൾ അതും ഡിജിറ്റലാണ്. പക്ഷേ ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ വരുന്നതോടുകൂടി ഭൂമി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടാക്കും. കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി 4 അതിര് കണ്ട് ഇൻ്റഗ്രേറ്റഡ് പോർട്ടലാകുമ്പോൾ എൻ്റെ ഭൂമിയിൽ നോക്കിയാൽ ഈ വാങ്ങാൻ പോകുന്ന ഭൂമിയുടെ എൻകുംബറൻസ്, കടബാധ്യത എല്ലാവർക്കും അറിയാം. ആ ഭൂമി നിലമാണോ പുരയിടമാണോ എന്നറിയാം. ആ ഭൂമിയുടെ 4 അതിരുകൾ എവിടെയെന്നറിയാം. ആ ഭൂമി എത്ര കൊല്ലമായി ടാക്സ് അടയ്ക്കുന്നുണ്ട് എന്നറിയാം. ആ ഭൂമി എവിടെയെങ്കിലും പണയം വെച്ചിട്ടുണ്ടോ എന്നറിയാം. ഈ 3 വകുപ്പുകളിൽ നിന്ന് കിട്ടുന്ന 15ഓളം വിവരങ്ങൾ ഒറ്റ പോർട്ടലിൽ കിട്ടാവുന്ന എൻ്റെ ഭൂമി എന്ന ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷൻ രാജ്യത്തിൻ്റെ മുമ്പിൽ ഒരുപക്ഷേ കേരളം അവതരിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നടപടി ക്രമങ്ങളിലൊന്നായി മാറി. അതുകൊണ്ട് തന്നെ ഇവിടെ പോണ്ടിച്ചേരിക്കാർ വന്നൊരു മാസക്കാലത്തെ ട്രെയിനിങ് എടുക്കുന്നു. ഇവിടെ ആന്ധ്രക്കാർ വന്ന് 2 ആഴ്ചക്കാലത്തെ ട്രെയിനിങ് എടുക്കുന്നു. ഇവിടെ തമിഴ്നാട്ടുകാർ 1 മാസക്കാലത്തെ ട്രെയിനിങ്ങിന് വേണ്ടി അപേക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് രാജ്യത്ത് ഗവൺമെൻറ് തന്നെ ഇൻ്റഗ്രേറ്റഡ് പോർട്ടൽ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ സർവേ സൊല്യൂഷൻസ് ജനങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളെ കൂടി പകർത്താൻ കഴിയുന്ന വിധത്തിൽ അവർക്കാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന ഒരു നിർദ്ദേശം കേരളത്തിൻ്റെ മുമ്പിലുണ്ടാകുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഒരു നാഷണൽ കോൺക്ലേവ് ഓൺ ഡിജിറ്റൽ സർവേ എന്ന നാമധേയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇത്തരമൊരു കോൺക്ലേവ് ഇന്ത്യയുടെ തെക്കുഭാഗത്ത് കിടക്കുന്ന സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ വെച്ച് നടക്കുന്നത്. ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം, ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം 1970 ജനുവരി 1 പ്രസിഡൻറ്റിൻ്റെ അസൈനോടുകൂടി നമുക്ക് ലഭ്യമായിട്ടുള്ള ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം ഒരുപക്ഷെ കേരളത്തിൻ്റെ 2ാം ഭൂപരിഷ്കരണം എന്ന് വിളിക്കാവുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയായി ഡിജിറ്റൽ റീസർവേ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് ഡിജിറ്റൽ റീസർവേയുടെ നടപടിക്രമങ്ങൾ നമ്മൾ പോവുക. ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായിട്ട് ഉദയ സമുദ്രയിൽ നടക്കുന്ന ഡിജിറ്റൽ സർവേ എക്സ്പോ ഭൂഭരണരംഗത്തെ ഏറ്റവും മികച്ച സംവിധാനങ്ങളും രീതികളും സാങ്കേതിക വിദ്യകളും ഒക്കെ പ്രദർശിപ്പിക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ളൊരു എക്സിബിഷനാകും. അവിടെ കോൺക്ലേവിൻ്റെ ഭാഗമായി നടക്കുന്ന സെമിനാറുകളിലും ക്ലാസ്സുകളിലും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള 14 സെഷനുകൾ ആവശ്യമായ ആശയവിനിമയത്തോടെ നടക്കാനുള്ള അവസരമുണ്ടാകും. 28-ാം തീയതി കേരളത്തിൻ്റെ 5 ജില്ലകൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ സഞ്ചരിക്കും. പ്രധാനമായിട്ടും തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും എറണാകുളവും തൃശ്ശൂരും എല്ലാം ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ മധ്യകേരളം വരെയുള്ള ജില്ലകളിൽ ഓരോ ഇടത്തും നടക്കുന്ന സർവേ നടപടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് നേരിട്ട് കണ്ടതിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടാനുള്ള അവസരം കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് മറ്റൊരു ചുവടുവെപ്പിലേക്ക് കൂടി കേരളത്തെ കൊണ്ടുപോവുകയാണ്. കേരളം അതിൻ്റെ ചരിത്രത്തിലാദ്യമായി 1957 ആദ്യത്തെ ജനാധിപത്യ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു സെറ്റിൽമെൻറ്റ് ആക്ടിന് കേരളത്തിൽ രൂപം നൽകാൻ വേണ്ടി പോവുകയാണ്. 1931 തിരുകച്ചിയിലെ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ സെറ്റിൽമെൻറ്റ് ആക്റ്റോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അധികമായി വരുന്ന ഭൂമിയെ ക്രമീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു സെറ്റിൽമെൻറ്റ് ആക്ടിന് കൂടി കേരളം രൂപം നൽകാനുള്ള തയ്യാറെടുപ്പുകളായി. എന്നു മാത്രമല്ല, ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന വില്ലേജുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ അനുഭവം എന്ന നിലയിൽ നവംബർ മാസം മുതൽ കേരളത്തിലൊരു ഡിജിറ്റൽ റവന്യൂ കാർഡ്, ATM കാർഡ് പോലെ ചിപ്പും QR കോഡും ഒക്കെ ഘടിപ്പിച്ച വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭ്യമാകുന്ന വിവിധങ്ങളായിട്ടുള്ള വിവരങ്ങൾ, സർവേ റവന്യൂ വകുപ്പിനകത്തുള്ള വിവരങ്ങൾ ആളുകൾക്ക് അപ്പോൾ തന്നെ ലഭ്യമാകാവുന്ന വിധത്തിൽ വിവിധ സ്ഥാപനങ്ങളിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫൈഡ് കോപ്പി കാണിക്കുന്ന അതേ ഗൗരവത്തോടെ ആളുകൾക്ക് എടുക്കാവുന്ന ആ രീതിയിൽ ATM കാർഡിൻ്റെ വലിപ്പമുള്ള ഒരു ഡിജിറ്റൽ റവന്യൂ കാർഡ് കൂടി ഇന്ത്യക്ക് മാതൃകയായി കേരളം അവതരിപ്പിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം കേരളത്തിൽ പ്രഖ്യാപിച്ച ഡിജിറ്റൽ റീസർവേയാണ്. ആ റീസർവേ കാണാനാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളമായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നത്. വൈകുന്നേരം 25-ാം തീയതി വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ പരിപാടികളോടുകൂടി അത് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മന്ത്രിമാർക്ക് പുറമെ സദേൺ സ്റ്റേറ്റുകളിൽ നിന്നുള്ള മന്ത്രിമാരിൽ ചിലരൊക്കെ എത്തിച്ചേരാം എന്ന് ഞങ്ങളോടിപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. അവരുടെ കൂടി സാന്നിധ്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കേരളം വീണ്ടും ഒരു കേരള മോഡലിലേക്ക്, സർവേ രംഗത്ത് ഒരു കേരള മോഡലിലേക്ക് കടക്കാൻ പോകുന്ന, ഇനി പൊന്തിച്ചു കെട്ടിയ മതിലും വേലിയും ഒന്നുമില്ലെങ്കിലും റവന്യൂ രേഖകളിൽ അളന്നെടുത്ത് പോയിട്ടുള്ള മുഴുവൻ സ്ഥലങ്ങളും ഒരു ഡിജിറ്റൽ വാലി രൂപപ്പെടാവുന്ന വിധത്തിലുള്ള കേരളത്തിൻ്റെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മുന്നോട്ട് പോക്കാണിത്. കേരളം ഇന്ത്യയുടെ മുമ്പിൽ വീണ്ടും മാതൃകയാകുന്ന അസാമാന്യമായിട്ടുള്ള ഈ അവസരത്തിന് എല്ലാവരുടെയും പിന്തുണയും സഹായവും അതാവശ്യമായി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള പ്രചരണവും ഉണ്ടാകണം എന്ന് സവിനയം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.